തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള 20-ലധികം ക്ഷേത്രങ്ങളിൽ നടന്നത് വ്യാപക കൊള്ള. കോടികൾ വിലമതിക്കുന്ന തിരുവാഭരണങ്ങൾ കാണാനില്ല. സ്വർണ്ണ ആഭരണങ്ങളും വെള്ളി ആഭരണങ്ങളും സ്വർണ്ണക്കട്ടകളും വെള്ളി തിരുമുഖങ്ങളുമാണ് കാണാതായിരിക്കുന്നത്. നെയ്യാറ്റിൻകര ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറുടെ കീഴിലെ വിവിധ ക്ഷേത്രങ്ങളിലെ തിരുവാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. തിരുവാഭരണ കമ്മീഷണർ നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. നെയ്യാറ്റിൻകര ദേവസ്വം എസിക്ക് തിരുവാഭരണ കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പാണ് ജനം TV പുറത്തുവിട്ടത്. വി ബിനീഷ് ഒരിക്കൽ കൂടി ചേരുകയാണ്. ബിനീഷ്, ഇത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ശബരിമല സ്വർണ്ണ കവർച്ച ഭക്തരെ എത്രത്തോളം വിഷമത്തിലാക്കിയതാണ്, അല്ലെങ്കിൽ അവരുടെ വികാരങ്ങളെ എത്രത്തോളം വ്രണപ്പെടുത്തിയതാണെന്ന് നമുക്കറിയാം. ഇത് ശബരിമലയിൽ മാത്രമല്ല, നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെയുള്ള സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് വരെ ഈ ദേവസ്വം ബോർഡിന്റെ ആളുകൾ ഇങ്ങനെ കൊള്ള നടത്തി എന്നതാണല്ലോ നമുക്ക് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് തിരുവാഭരണ കമ്മീഷണർ നെയ്യാറ്റിൻകര അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൻ്റെ പകർപ്പാണ് ജനം TV പുറത്തുവിടുന്നത്. നിലവിൽ 20-ലധികം ക്ഷേത്രങ്ങൾ നെയ്യാറ്റിൻകര അസിസ്റ്റന്റ് കമ്മീഷണർക്ക് സബ് ഗ്രൂപ്പ് ഓഫീസിന് കീഴിലുള്ള 20-ലധികം ക്ഷേത്രങ്ങളിൽ നടത്തിയ പരിശോധന. ആ പരിശോധനയിൽ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന്, ഈ 20-ലധികം ക്ഷേത്രങ്ങളിൽ നിന്ന് സ്വർണ്ണക്കട്ടി, ഭഗവാന്റെ സ്വർണ്ണാഭരണങ്ങൾ, ഒപ്പം തന്നെ വെള്ളി ആഭരണങ്ങൾ, ഒപ്പം തിരുവാഭരണം ഉൾപ്പെടെയുള്ളവ കാണാനില്ല എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ് തിരുവാഭരണ കമ്മീഷണർ നൽകിയിരിക്കുന്നത്. ഈ പ്രത്യേകിച്ച് നെയ്യാറ്റിൻകര സബ് ഗ്രൂപ്പ് ഓഫീസിന് കീഴിൽ വരുന്ന പ്രദേശത്തിലെ ലോക്കർ സൂക്ഷിച്ചിരിക്കുന്നത് പാറശാല മഹാദേവ ക്ഷേത്രത്തിലാണ്. ഈ ലോക്കർ പരിശോധനയിലാണ് നിലവിൽ ഈ ക്ഷേത്രങ്ങളിലെ ആഭരണങ്ങൾ, വെള്ളി ആഭരണങ്ങൾ, തിരുവാഭരണം, തിരുമുഖം അടക്കമുള്ളവ കാണാനില്ല എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ആ റിപ്പോർട്ടാണ് തിരുവാഭരണ കമ്മീഷണർ നെയ്യാറ്റിൻകര അസിസ്റ്റന്റ് കമ്മീഷണർക്ക്, ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പാണ് ജനം TV പുറത്തുവിടുന്നത്. നിർണായകമായ തെളിവുകൾ തന്നെയാണ് ജനം TV പുറത്തുവിട്ടിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഇത്തരത്തിലാണ്. റിപ്പോർട്ടിൻ്റെ പരാമർശത്തിൽ കൃത്യമായി തന്നെ ഏതൊക്കെ ക്ഷേത്രങ്ങളിലെ വകകളാണ് കാണാതായതെന്ന് ആ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ആ ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതാണ്. തിരുനാരായണപുരം ക്ഷേത്രം, ഒപ്പം തന്നെ ദേവേശ്വരം ക്ഷേത്രം, തൃക്കണ്ണാപുരം ക്ഷേത്രം, വെള്ളയാണി ക്ഷേത്രം, ഭരദ്വാജ ഋഷീശ്വര ക്ഷേത്രം, മണിനാട് ദേവസ്വത്തിലെ ക്ഷേത്രം, മലയൻകീഴ് സബ് ഗ്രൂപ്പിലെ ഉൾപ്പെടുന്ന ക്ഷേത്രങ്ങൾ, ഒപ്പം തന്നെ നമുക്ക് മറ്റു സ്ഥലങ്ങൾ പരിശോധിക്കുമ്പോൾ വീർണാകാവ് ദേവസ്വത്തിലെ ക്ഷേത്രം, മങ്കാരമുട്ടം ക്ഷേത്രം, പെരുങ്കുളത്തൂർ ക്ഷേത്രം, അരങ്ങൽ ക്ഷേത്രം, നെയ്യാറ്റിൻകര ദേവസ്വത്തിന് കീഴിൽ വരുന്ന മറ്റു ക്ഷേത്രങ്ങൾ, കേളേശ്വര ക്ഷേത്രം, ചെഴുങ്ങാനൂർ ക്ഷേത്രം, ഇങ്ങനെ നിരവധി ക്ഷേത്രങ്ങളിൽ നിന്നാണ് 20-ലധികം ക്ഷേത്രങ്ങളിലെ സ്വർണ്ണാഭരണങ്ങളാണ് കാണാനിരിക്കുന്നത്. ഭഗവാന് നൽകേണ്ട, പ്രധാനമായും പറയുന്നത് വെള്ളി ആഭരണങ്ങൾ, സ്വർണ്ണക്കട്ടകൾ, വെള്ളി തിരുമുഖം എന്നിവയാണ് കാണാനില്ല എന്ന പരിശോധനയിൽ തിരുവാഭരണ കമ്മീഷണർ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഏത് തരത്തിലുള്ള ഒരു മോഷണമാണ് നടന്നത് എന്നൊന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നില്ല. പക്ഷേ നേരത്തെ ഓഡിറ്റുകൾ പരിശോധിച്ച ആ ഓഡിറ്റുകളുടെ ഒക്കെ വിശദാംശങ്ങൾ പരിശോധിച്ചതിന് ശേഷം ഇത്തവണ ഏറ്റവും അവസാനം നടത്തിയ പരിശോധനയിലാണ്, പരിശോധന ഡേറ്റ് എന്ന് പറയുന്നത് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് 23/5/2026 ഈ 23-ാം തീയതി ഈ റിപ്പോർട്ട് തിരുവാഭരണ കമ്മീഷണർ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നൽകിയിട്ടും ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ജനം TVക്ക് ലഭിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ദേവസ്വത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി നമ്മൾ ബന്ധപ്പെടുന്നു. അവരുമായി സംസാരിക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് വർഷങ്ങൾ പഴക്കമുള്ള ഭഗവാന്റെ ആഭരണങ്ങളാണ്. അത് വിവിധ ക്ഷേത്രങ്ങളിലുള്ളതാണ്. ഈ ക്ഷേത്രങ്ങളിലേക്ക് ആഭരണങ്ങൾ സൂക്ഷിക്കുന്നത്, പ്രത്യേകിച്ച് നെയ്യാറ്റിൻകര സബ് ഗ്രൂപ്പ് ഓഫീസിന് കീഴിൽ വരുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ഉള്ള ആഭരണങ്ങൾ സൂക്ഷിക്കുന്നത് എന്ന് പറയുന്നത് ഈ മഹാദേവ ക്ഷേത്രത്തിലാണ്, പാറശാല മഹാദേവ ക്ഷേത്രത്തിലാണ്. ഇവിടെ നിന്നും ക്ഷേത്രത്തിലെ ആഭരണങ്ങൾ കാണാതാകുന്നു. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് പോലും ഇത്തരത്തിൽ കാണിക്ക പൈസ ഉൾപ്പെടെയുള്ളവ കാണാതായിരിക്കുന്ന സംഭവമുണ്ട്.
നിലവിൽ കാണിക്ക അർപ്പിച്ച ആഭരണങ്ങൾ, ഒപ്പം തന്നെ വെള്ളി നാണയങ്ങൾ, വെള്ളി രൂപങ്ങൾ ഭഗവാന് സമർപ്പിച്ചത്, ഇതൊക്കെ കാണാതായി എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായിരുന്നാലും നിർണായകമായ തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ ജനം TV പുറത്തുവിടുന്നത്. പ്രത്യേകിച്ച് ശബരിമല കൊള്ള ഏത് തരത്തിലാണോ അയ്യപ്പനെ കേന്ദ്രീകരിച്ച് നടന്നത്, അതിന് സമാനമായ രീതിയിൽ തന്നെ നെയ്യാറ്റിൻകര സബ് ഗ്രൂപ്പ് ഓഫീസർക്ക് കീഴിൽ വരുന്ന, അല്ലെങ്കിൽ ആ സബ് ഗ്രൂപ്പ് ഡിവിഷന് കീഴിൽ വരുന്ന എല്ലാ പ്രദേശത്തിലെ ക്ഷേത്രങ്ങളിലും ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇത് അടുത്ത കാലത്ത് നഷ്ടപ്പെട്ടു എന്നതാണോ? എനിക്കുള്ളൊരു സംശയം, ഇത് ശബരിമല സ്വർണ്ണ കവർച്ച നടന്നതിന് ശേഷം നടത്തിയ ഒരു ഓഡിറ്റുമായി ബന്ധപ്പെട്ടാണോ ഇത് പുറത്തു വരുന്നത്, അതോ കാലാകാലങ്ങളായി നഷ്ടപ്പെട്ട, വിവിധ കാലഘട്ടങ്ങളായി നഷ്ടപ്പെട്ടതിൻ്റെ ഒരു കണക്കാണോ വിനീഷ് ഈ റിപ്പോർട്ടിനകത്ത് സൂചിപ്പിക്കുന്നത്? നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും അടുത്ത കാലത്ത് നഷ്ടപ്പെട്ടതും മുൻകാലങ്ങളിൽ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളാണ്. പക്ഷേ അടുത്ത കാലത്ത് ഇത്തരത്തിലുള്ള ആഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ലഭിക്കുന്ന സമയത്ത് ആ റിപ്പോർട്ടിലെ ഡേറ്റ് എന്ന് പറയുന്നത്, ആ തീയതി എന്ന് പറയുന്നത് 23/5/2026 എന്നാണ്. അപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും അടുത്ത സാഹചര്യത്തിൽ, ഏറ്റവും അടുത്ത സമയത്ത് തന്നെയാണ് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർക്ക്, ദേവസ്വം നെയ്യാറ്റിൻകര അസിസ്റ്റന്റ് കമ്മീഷണർക്ക് തിരുവാഭരണ കമ്മീഷണർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോഴാണ് ആ റിപ്പോർട്ടിൻ്റെ കാലപ്പഴക്കം, അല്ലെങ്കിൽ ഇത് കാലപ്പഴക്കം ചെന്ന് വർഷങ്ങളായി നഷ്ടപ്പെട്ടതാണോ എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ടാണ് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിക്കുന്നത്. ആ സംസാരിക്കുന്ന സമയത്താണ് ഇടയ്ക്കൊക്കെ ഇത് നഷ്ടപ്പെട്ടിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് കൂടുതലായി നഷ്ടപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ചില ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മുൻകാലങ്ങളിൽ നഷ്ടപ്പെട്ടാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടാലും അത് നഷ്ടപ്പെട്ടത് എങ്ങനെയാണ്, അത് നഷ്ടപ്പെടാനുണ്ടായ കാരണം എന്താണ്, അങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ദേവസ്വം ജീവനക്കാരുടെ ഒരു ഇടപെടൽ തന്നെയാണ്, ദേവസ്വം ജീവനക്കാർ നടത്തിയ ഒരു ഇടപെടലാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ ഈ സ്വർണം കട്ടുപോയതാണോ, ഈ വെള്ളിയാഭരണങ്ങൾ കട്ടുപോയതാണോ, ഭഗവാന്റെ തിരുവാഭരണം കട്ടുപോയതാണോ എന്നതൊക്കെ സംബന്ധിച്ചുള്ള പരിശോധന നടത്തേണ്ടത് ദേവസ്വം വിജിലൻസ് വിഭാഗമാണ്, അല്ലെങ്കിൽ ദേവസ്വത്തിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. പക്ഷേ അത്തരത്തിലുള്ളൊരു നടപടിക്രമം ഇപ്പോഴും നടന്നിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർക്ക്, പ്രത്യേകിച്ച് നെയ്യാറ്റിൻകര ഡിവിഷനിലെ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൻ്റെ പകർപ്പാണ് ജനം TV പുറത്തുവിടുന്നത്. തിരുവാഭരണ കമ്മീഷണർ കൃത്യമായി ഓഡിറ്റ് നടത്തി ഇത്തരം സാധനങ്ങൾ കാണാനില്ല എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നെയ്യാറ്റിൻകര ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നൽകിയിരിക്കുന്നു. ആ റിപ്പോർട്ടിൻ്റെ പകർപ്പാണ് ജനം TV പുറത്തുവിടുന്നത്. ഭഗവാന്റെ സ്വർണ്ണാഭരണങ്ങളിലും ഭഗവാന്റെ എല്ലാ പണത്തിലും കണ്ണും നട്ടു നിൽക്കുന്ന രാഷ്ട്രീയക്കാർ, ഒപ്പം തന്നെ ദേവസ്വം ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരുടെ ഏറ്റവും വലിയ അഴിമതി തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ഒരു ക്ഷേത്രത്തിലല്ല ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. 20-ലധികം ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കൊള്ള നടന്നു എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത്തരത്തിലുള്ള അടിസ്ഥാനമാക്കിയുള്ള രേഖകൾ, പ്രത്യേകിച്ച് നമുക്കറിയാം ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഇത്തരത്തിലാണ്. നേരത്തെ അവർ രജിസ്റ്ററിൽ ഏത് തരത്തിലാണോ ആ ഒരു ഓരോ വസ്തുവകകൾ സൂചിപ്പിച്ചിരുന്നത്, ആ രജിസ്റ്ററിൽ സൂചിപ്പിച്ചിരുന്ന വസ്തുവകകൾ അതേ നമ്പറിൽ ഇപ്പോൾ കാണാനില്ല, ആ നമ്പറിൽ എവിടെ മിസ്സായി എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളില്ല എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ വലിയ ദുരൂഹത തന്നെ നിലനിൽക്കുന്നുണ്ട്. മുൻകാലങ്ങളിലും ഇപ്പോഴും ഭഗവാന്റെ സ്വർണ്ണങ്ങൾ ഇത്തരത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നു, തിരുവാഭരണങ്ങൾ നഷ്ടപ്പെടുന്നു എന്ന സംബന്ധിച്ചുള്ള റിപ്പോർട്ട് തന്നെയാണ്, ഏറ്റവും നിർണായകമായ റിപ്പോർട്ട് തന്നെയാണ് ജനം TV ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ബിനീഷ്, എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. കേരളത്തിൽ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ, വിശേഷിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള 20 ക്ഷേത്രങ്ങളിലെ തിരുവാഭരണങ്ങൾ, ഭഗവാന് കാണിക്കയായും ഭക്തർ മറ്റും സമർപ്പിച്ച തിരുവാഭരണങ്ങൾ കാണാതായിരിക്കുകയാണ്. കോടികളുടെ കൊള്ളയാണ് ഈ ക്ഷേത്രങ്ങളിൽ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ജനം TVക്ക് ലഭിച്ചിരിക്കുന്നു. വി ബിനീഷാണ് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുമായി ചേർന്നത്.